യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. For my people have committed 2 evils. They have forsaken me, the fountain of living waters, and hewn themselves cisterns, broken cisterns that can hold no water. യിരെമ്യാവിൽ കൂടെ യഹൂദ ജനത്തോട് യഹോവ അരുളി ചെയ്ത വാക്കുകളായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ലോക ജനതയെ നോക്കിയാലും ദൈവം ഒരുപക്ഷെ ഈ വാക്കുകൾ തന്നെ പറഞ്ഞു നിരിക്കാം. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. 1, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. നമ്മുടെ ഭൗതിക ജീവിതത്തിന് ജലം അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവാൻ ദൈവമില്ലാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. ജലം ലഭിക്കുന്നതിനുള്ള 2 സ്രോതസ്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഉറവയും കിണറും. ഒരു നീരുറവ തുടർച്ചയായി വെള്ളം ഉത്പാദിപ്പിക്കുന്നു. നീരുറവയിൽ നിന്ന് കുടിക്കുന്നവൻ ഈ വെള്ളം ഉത്പാദിപ്പിക്കാനോ ശേഖരിക്കാനോ യാതൊന്നും ചെയ്യേണ്ടതില്ല. അത് നാച്ചുറലായി ലഭിക്കുന്നത് കൊണ്ട് എപ്പോഴും പുതുമയുള്ളതും ശുദ്ധമായ വെള്ളവുമായിരിക്കും. കിണർ അഥവാ ജലസംഭരണി മനുഷ്യൻ ഉണ്ടാക്കുന്നതാകുന്നു. ദൈവത്തെ കൂടാതെ അവരവരുടെ ഇഷ്ടത്തിന് ലോകത്തിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ കിണറിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അത് പൊട്ടക്കിണറാകുന്നു. ഒരു പക്ഷേ വെള്ളമില്ലാത്തതോ ഉപയോഗശൂന്യവുമായ കിണർ. ദൈവമില്ലാത്ത ജീവിതം ശൂന്യവും പരാജയവുമാകുന്നു. ദൈവം ജീവജലത്തിന്റെ ഉറവയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ട് ഊഷ്മളതയോടെ ജീവിക്കുവാൻ കഴിയും. ജീവന് ശക്തി പകരുന്നതാണ് ജലം. ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 4:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ജലം സ്വീകരിക്കുന്നത് നീരുറവയിൽ നിന്നോ പൊട്ടക്കിണറിൽ നിന്നോ? പൊട്ടക്കിണറുകളിൽ ആശ്രയിക്കുന്നവർ ദാഹമുണ്ടെങ്കിലും അത് ശമിപ്പിക്കുവാൻ തെറ്റായ ഉറവിടങ്ങളിലേക്ക് പോകുന്നവരാകുന്നു. പൊട്ടക്കിണറുകൾ നശിച്ചു പോകും, ജീവിതം നഷ്ടമായി പോകും. ജീവജലത്തിന്റെ ഉറവ കുടിക്കണമെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കണം. അവിടുന്ന് നിത്യജീവന്റെ ഉറവയാകുന്നു. വെളിപ്പാട് പുസ്തകം 21:6 എഴുതിയിരിക്കുന്നത്, ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജീവജലം അമൂല്യമാണ്, അത് നഷ്ടമാക്കരുതേ. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ജീവനീരുറവയിൽ നിന്ന് കുടിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ജീവിക്കുന്ന ദൈവത്തിനാ ദാഹിക്കുന്ന